ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് നമ്മളുടെ ഇടയിലുള്ള ഒരു സോഫിയാമ്മയാണ് പരിചയപ്പെടുന്നത്. സോഫിയാമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ്. സോഫിയാമ്മയുടെ സ്വപ്നങ്ങളും സോഫിയാമ്മയുടെ പ്രതീക്ഷകളും സോഫിയാമ്മയുടെ ഓരോ ദിവസങ്ങളും സോഫിയാമ്മയുടെ ഓരോ രാത്രികളും സോഫിയാമ്മയുടെ എന്തിനധികം പറയുന്നു ഓരോ മണിക്കൂറുകൾ പോലും നിങ്ങൾ ഓരോരുത്തരുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സോഫിയാമ്മയുടെ ജീവിതം എങ്ങനെയാണ് കണക്റ്റ് ആയിരിക്കുന്നതെന്ന് നമുക്ക് സോഫിയാമ്മയുടെ ജീവിതത്തിലേക്ക് വെറുതെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോഫിയാമ്മ അധികം പ്രായമൊന്നുമുള്ള ആളല്ല. 49 വയസ്സ് കഷ്ടിച്ച് അത്രയും ആകുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ സോഫിയാമ്മയ്ക്ക് എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ജീവിതം ഒരു വഴിമുട്ടിയ അവസ്ഥയിലാണ്. കാരണം ജീവിതത്തിലെ സകല പ്രത്യാശകളും സകല പ്രതീക്ഷകളും സകല സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ഒരാളാണ് ഈ സോഫിയാമ്മ എന്ന് പറഞ്ഞത്. സോഫിയാമ്മയുടെ മുഴുവൻ പേര് സോഫി വർഗീസ് എന്നാണ്. ഭർത്താവിൻ്റെ പേര് വർഗീസ് എന്നാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. സോഫിയാമ്മയ്ക്ക് 3 മക്കളാണ്. 2 ആൺമക്കളും 1 പെൺമക്കളുമാണുള്ളത്. വീട്ടിൽ താമസിക്കുന്നിടത്ത് സോഫിയയുടെ ഫാദർ-ഇൻ-ലോ ഉണ്ട്, മദർ-ഇൻ-ലോ ഉണ്ട്. അതായത് അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഭർത്താവും 3 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് സോഫിയ എന്ന് പറയുന്നയാൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ പുള്ളിക്കാരി എഡ്യൂക്കേറ്റഡാണ്, MSc-കാരിയാണ്. ഒരു MSc-ക്ക് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നല്ലൊരു നിലയിലേക്ക് എത്തണം. ആ ജോലി ആയതിനു ശേഷം വിവാഹം മതി എന്നുള്ള സ്വപ്നത്തിലും പ്രതീക്ഷയിലുമൊക്കെ ആയിരുന്നു മറ്റുള്ള എല്ലാവരെ പോലെയും സോഫിയാമ്മയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആലോചന വന്നപ്പോഴേക്കും വീട്ടുകാർ കരുതി കുഴപ്പമില്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ജോലി പിന്നെ കല്യാണത്തിന് ശേഷമാണെങ്കിലും ജോലി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ജോലി ലഭിക്കും, കുഴപ്പമില്ല. അതുകൊണ്ട് വിവാഹശേഷം ജോലി എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഇപ്പം നല്ലൊരു ബന്ധം വന്ന സ്ഥിതിക്ക് ആ ബന്ധം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്ക് വിവാഹം കഴിച്ച് അയക്കുകയായിരുന്നു. പുള്ളിക്കാരിയെ വിവാഹം കഴിച്ച അങ്കമാലിയിലേക്കാണ് വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്. സോഫിയാമ്മയുടെ ശരിയായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂത്താട്ടുകുളത്താണ്. സോഫിയാമ്മയുടെ ജന്മദേശം കൂത്താട്ടുകുളമാണ്. അങ്കമാലിയിലേക്കാണ് വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വിവാഹം ചെയ്ത് വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് കുഴപ്പമില്ല, ഭർത്തൃവീട്ടിൽ അത്യാവശ്യം ജോലിക്കാരൊക്കെയാണ്, എല്ലാ സെറ്റപ്പും ഉണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ എല്ലാം ഉണ്ട്, കുഴപ്പമില്ല, ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യാം, ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ ആയിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി പ്രഗ്നൻ്റായി. കാരണം ഭർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ എനിക്ക് ഇച്ചിരി നിന്നേക്കാൾ പ്രായം കൂടുതലാണ്, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അത് ആദ്യത്തെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി അലംഭാവം കാണിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആദ്യത്തെ കുഞ്ഞ് നമുക്ക് എത്രയും വേഗം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വിവാഹം കഴിഞ്ഞ് 1.5 മാസമായപ്പോൾ തന്നെ പുള്ളിക്കാരി പ്രഗ്നൻ്റായി. പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കുട്ടിയുടെ കാര്യം, ഗർഭിണിയായി, വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവ് ജോലിക്ക് പോകുന്നു, പ്രായമായ മാതാപിതാക്കളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ പോയപ്പോഴേക്കും തുടർന്നുള്ള പഠനം എന്നുവെച്ചാൽ പിന്നെ PhD ഒക്കെ എടുക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു സോഫിയാമ്മയ്ക്ക്. നന്നായിട്ട് പഠിക്കുന്ന ആളാണ് പുള്ളിക്കാരി. അപ്പോൾ അതങ്ങ് നിന്നുപോയി. കാരണം പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോഴേക്കും പ്രസവം, കുട്ടിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായി ഒരു 1-2 വർഷം അത്തരത്തിലേക്കൊക്കെ ആദ്യം വീണ്ടും അപ്പോഴും ജോലിയുടെ കാര്യമൊക്കെ പരിശ്രമിക്കാം 1-2 ഇൻ്റർവ്യൂവിനും PSCയുടെയൊക്കെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇപ്പോൾ കൊച്ചിനെ ഇട്ടിട്ട് ഇപ്പോൾ നിൻ്റെ ചിലവ് വന്നിട്ട് വേണ്ടല്ലോ, നമുക്കിപ്പോൾ കഴിയാനാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കുഞ്ഞല്ലേ, കൊച്ചിൻ്റെ കാര്യം നോക്കാനായിട്ട് ഇപ്പോൾ അപ്പച്ചനെയും അമ്മച്ചനെയും ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല, പിന്നെ എനിക്കും ജോലിക്ക് പോകണം, അങ്ങനെയുള്ളതായതുകൊണ്ട് നമുക്ക് തൽക്കാലം വേണ്ട, കൊച്ചൊന്ന് ഇച്ചിരി ഒന്ന് കഴിയട്ടെ, ഒരല്പം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് നോക്കാം, ജോലിയൊക്കെ നോക്കാം എന്നിരുന്നപ്പോഴേക്കും അങ്ങനെ 2 വർഷം കടന്നു പോയപ്പോഴേക്കും സോഫിയാമ്മയുടെ മദർ-ഇൻ-ലോയ്ക്ക്, അതായത് അമ്മയ്ക്ക് ചെറിയ ഒരു ഫിസിക്കലായിട്ട് കുറച്ച് പ്രശ്നംസൊക്കെ വന്നു. പുള്ളിക്കാരി ഒന്ന് വീഴുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഏകദേശം 1 വർഷമോളം അങ്ങ് കിടപ്പായിപ്പോയി. അപ്പോൾ ആ സമയത്ത് വീട്ടിലെ പുള്ളിക്കാരുടെ കുഞ്ഞിനെ നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, ഭർത്താവ് ജോലിക്ക് പോകുന്നു, അപ്പോൾ അമ്മായിയമ്മ വീട് കിടക്കുന്നു, അമ്മായിയമ്മയെ പരിചരിക്കണം. അങ്ങനെ 1-2 വർഷം ആ രീതിയിലേക്ക് 1 വർഷം അങ്ങനെ പോയിട്ട് വീണ്ടും കിട്ടിയ ജോലിക്ക് തന്നെ പോകാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരി രണ്ടാമത് വീണ്ടും ഗർഭിണിയായി. ആദ്യത്തെ ആൺകുട്ടിയായിരുന്നു, രണ്ടാമത് പുള്ളിക്കാരി വീണ്ടും ഗർഭിണിയായപ്പോഴേക്കും ആ ഗർഭാവസ്ഥയിൽ വാട്ടർ അതോറിറ്റിയിൽ ജോലി ലഭിച്ചു. പക്ഷേ വാട്ടർ അതോറിറ്റിയിൽ ജോലി ലഭിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ അത് കോഴിക്കോടായിരുന്നു.
അത്രയും ദൂരെയാണ്, അത്യാവശ്യം നല്ല പോസ്റ്റ് ആണെങ്കിൽ കൂടിയും അത്രയും ദൂരെ ആയതുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാവരും അതിനെ നിരുത്സാഹപ്പെടുത്തി. പോരാത്തതിന് എന്താണ്, പ്രഗ്നൻ്റ് കൂടിയാണ്, കൊച്ചു കുട്ടിയുണ്ട്, ഭർത്താവിന് ജോലിക്ക് പോകണം, അമ്മയും അപ്പച്ചനും വീട്ടിലുണ്ട്, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങളും അങ്ങ് പോയി. രണ്ടാമത്തെ കുട്ടിയായി. അങ്ങനെ കാലം ഇങ്ങനെ കടന്നു പോയി. രണ്ടാമത്തെ കുട്ടി കഴിഞ്ഞ് മൂന്നാമത്തെ കുട്ടിയായി. അപ്പോഴേക്കും ഭർത്താവിന് വീണ്ടും പ്രൊമോഷനായി. വീട്ടുകാര്യങ്ങളൊക്കെ വീണ്ടും ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ മാറി മാറി വന്നു. പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പ്രായമായി വരികയാണ്. അങ്ങനെ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ വീട്ടിലെ സകല ജോലികളും ഇവരെല്ലാവരും ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതലായിട്ട് നമുക്കറിയാം ഒരു വീട്ടമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നോക്കണം, അവരെ പഠിപ്പിക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യം നോക്കണം, അവരെ സമയാസമയം ആശുപത്രിയിൽ കൊണ്ടുപോകണം, കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, വീട്ടിലുള്ള സകല സംഗതികളും വീടിൻ്റെ എല്ലാ ബഡ്ജറ്റുകളും താങ്ങാതെ ഒന്ന് അവതാളത്തിലാകാതെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ A to Z ഒരു 4-5 പേര് ചെയ്യുന്ന ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ ചെയ്യുന്നത്. അതുകൂടാതെ വല്ല കോഴിയോ ആടോ പട്ടിയോ പശുവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നോക്കുകയും ചെയ്യണം. അപ്പോൾ രാവിലെ ഒരു ഏകദേശം ഒരു 4:30-5 മണിക്ക് തുടങ്ങുന്ന ജോലി തീരുന്നത് എപ്പോഴാണ്? രാത്രി ഒരു 10 മണി 9:10 ആകുമ്പോഴാണ് എല്ലാം കഴിഞ്ഞിട്ട് നടുവ് നീർക്കാമെന്ന് പറഞ്ഞ് വന്ന് കിടക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോഴേക്കും ഭർത്താവിനോടൊരു ഭാര്യ കാണിക്കേണ്ട ചില ജോലികളുണ്ട്, ചില കടമകളുണ്ട്. അദ്ദേഹം 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഓഫീസിലൊക്കെ പോയി 5-6 മണിക്കൂറൊക്കെ ജോലിയുള്ളൂ. ബാക്കി യാത്രയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹം എല്ലാ ദിവസവും നല്ല ഉത്സാഹവാനാണ്. ശാരീരിക ബന്ധം പുലർത്തുവാനും മീൻസ് ആ രീതിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വരുമ്പോഴേക്കും ഭർത്താവിനെ തീർത്തും താല്പര്യമില്ലെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്കവാറുമുള്ള സ്ത്രീകൾക്കൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അവർ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് വയ്യ, അവർ മടുത്തു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിലം തൊടാതെയുള്ള രാവിലെ മുതലുള്ള ജോലി ചെയ്തിട്ട് വൈകുന്നേരം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്താണ് ഒരു മടുപ്പാണ്. ആസ്വദിച്ച് ചെയ്യുവാനായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു യാന്ത്രികമായിട്ടൊന്ന് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെയും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ അവിടെ എന്താണ് വീണ്ടും കിടപ്പറയിൽ ഭർത്താവിനെ വേണ്ട രീതിയിൽ പരിചരിക്കുവാനോ അല്ലെങ്കിൽ സന്തോഷപ്പെടുത്തുവാനോ സംതൃപ്തിപ്പെടുത്തുവാനോ പറ്റാത്ത ഒരു ഭാര്യനെ ഒരു ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടുകയില്ല. രാവന്തിയോളം ജോലി ചെയ്ത് തളർന്ന് കിടക്കുന്നതാണെന്ന് നടു നിവൃത്തിയാൽ മതി, കിടക്കുന്നതിന് മുന്നേ ഉറങ്ങിപ്പോകും. രാവിലെ കൊതിയാണ് മിക്കവാറുമുള്ള വീട്ടമ്മമാർക്ക് ഒന്ന് കിടന്നുറങ്ങാനായിട്ടൊരു രാവിലെ ഒരു 7 മണി വരെയൊക്കെ കിടന്നുറങ്ങാനായിട്ട് വളരെ കൊതിയാണ്. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നത് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആകപ്പാടെ കുറച്ച് നേരമൊക്കെ അമ്മയുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴാണ് ഒന്ന് കിടക്കുക അല്ലെങ്കിൽ ഒന്ന് അല്പം വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്, ഇല്ലേ? പക്ഷേ അതൊന്നും ഉത്തരവാദിത്തമുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഇതൊന്നും ആകുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് വരുന്നത്? പ്രായമായി വന്ന് 10-50 വയസ്സാകുമ്പോഴേക്കും എന്താണ് ഒരു 22 വയസ്സിലൊക്കെ വിവാഹം കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഒരു 50 വയസ്സാകുമ്പോഴത്തേനും കുട്ടികളൊക്കെ മുതിരും, വിവാഹപ്രായം എത്തും. ആൺകുട്ടികളൊക്കെ വിവാഹപ്രായം എത്തും, പെൺകുട്ടികൾ വിവാഹപ്രായം എത്തും. എല്ലാവർക്കും വ്യത്യസ്തമായ ടേസ്റ്റുകളാണ്. മാതാപിതാക്കളുണ്ട്, അവർ തീർത്തും പ്രായമായ ആളുകളാകും. ഭർത്താവിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുവാനോ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാനോ ഒന്നും കഴിയുന്നു വരത്തില്ല. ഒരു അറവും മാടിനെ പോലെ തന്നെ എല്ലാ ജോലികളും ചെയ്യണം. സന്തോഷത്തോടു കൂടിയാണ് മിക്ക വീട്ടമ്മമാരും ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിനക്കിവിടെ എന്നാ പണി, നീ ഇവിടെ എന്നാ മലമറിക്കുക, അമ്മയ്ക്കിവിടെ എന്നാ പണി, അമ്മയുടെ എന്നാ കാണിച്ചുകൊണ്ടിരിക്കുക, ഈ കഞ്ഞിയും കറിയും വെക്കുന്നതല്ലേ ഈ പരിപാടി. അങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തലാണ്, എപ്പോഴും അവഹേളനമാണ്, എപ്പോഴും അവജ്ഞയാണ്, ഒരു കാര്യങ്ങളിലും അംഗീകരിക്കുന്നില്ല. കാര്യം ഭാര്യയാണ്, കുടുംബിനിയാണ്, കുടുംബനാഥയാണ്. റേഷൻ കാർഡിൽ പേരൊക്കെ വലിയ വെണ്ടയ്ക്കാ മുഴുപ്പിലൊക്കെ റേഷൻ കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെങ്കിലും അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷിക്കുവാൻ, സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ, മറ്റുള്ള പല രീതികളിലും നമുക്ക് മറ്റുള്ളവരെ പലരെയും നമുക്ക് സന്തോഷിപ്പിക്കുവാനും അവരെ ആഹ്ലാദിപ്പിക്കുവാനും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരിക്കലും എത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഒരു സാമ്പത്തിക ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാര്യം വന്നു, എവിടെയെങ്കിലും പുറത്ത് പോകേണ്ട ഒരു കാര്യം വന്നു, സ്വന്തം വീട്ടിലേക്ക് പോകുന്ന കാര്യം വന്നു, എന്തെങ്കിലും വന്നാൽ തന്നെ അപ്പോൾ ഭർത്താവിൻ്റെ ചോദ്യം എന്താണ്? നിനക്കിവിടെ എന്നാ പണി, നീ ഇവിടെ എന്നാ മലമറിക്കുക, രാവന്തിയോളം പോയി ജോലി ചെയ്തിട്ട് വീട്ടുകാര്യങ്ങളുടെ സകലം നോക്കാനുള്ള പൈസ ഞാൻ സമ്പാദിച്ചുകൊണ്ട് വരികയാണ്, നിനക്ക് പിടിച്ചിരുന്ന് ഈ കഞ്ഞിയും കറിയും വെക്കുന്ന പണിയല്ലാണ്ട് നിനക്ക് എന്നാ പണി എൻ്റെ സോഫി നിനക്കുള്ളതെന്ന് ഭർത്താവ് എപ്പോഴും സോഫിയാമ്മയോട് ചോദിക്കുകയാണ്. മക്കളാണെങ്കിൽ പറയുകയാണ്, മമ്മിക്ക് ഇവിടെ എന്നായിരുന്നു പണി, മമ്മിക്ക് ഇച്ചിരി കഞ്ഞി വെക്കുന്ന കാര്യമാണോ, ഞങ്ങൾ കോളേജിൽ പോകുന്നു, ഞങ്ങൾ പഠിക്കുന്നു, മമ്മിക്കറിയാം എത്രമാത്രം ഈ പ്രൊജക്റ്റ് ചെയ്യണം, അത് ചെയ്യണം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ പല എന്തോരം കാര്യങ്ങളുണ്ട്. സോഫി അതൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരു MSc കാരിയാണ്, MSc മാത്തമാറ്റിക്സ് ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സായ ഒരമ്മയോടാണ് ഈ പിള്ളേർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.
സൈലൻ്റായിട്ടിരിക്കും. ഒരു ടീച്ചറാകുവാനായിട്ട് ഭയങ്കര ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമാണ് സോഫിയാമ്മ. ബി.എഡിന് പോകണമെന്നും എം.എഡിന് പോകണമെന്നും PhD എടുക്കണമെന്നും ഒരു കോളേജിൽ പോയി ലെക്ചർ ആകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയില്ലെങ്കിലും പല ജോലികൾ കിട്ടിയപ്പോഴേക്കും കുഞ്ഞുങ്ങളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, അമ്മായിയപ്പനെ ഓർത്ത്, അമ്മായിയമ്മയെ ഓർത്ത്, കുടുംബത്തെ ആകമാനം ഓർത്തിട്ട് എല്ലാം വേണ്ടെന്ന്, എപ്പോഴും എല്ലാം വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ്. പക്ഷേ അങ്ങനെയുള്ള ആ വീട്ടമ്മയ്ക്ക്, സോഫിയാമ്മ എന്ന് പറഞ്ഞ ആ വീട്ടമ്മയ്ക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും കുറ്റമാണ്. ഭർത്താവിന് വന്ന് സോഫിയ ഒന്നിനും കൊള്ളാത്തൊന്ന് പറയുന്നു, പച്ചയ്ക്ക് പറയും, നീ എന്നാത്തിനടി ഒരു മരത്തടി പോലെ അവിടെ നിന്ന് കട്ടിലേ വന്ന് കിടക്കുന്നില്ല, നിന്നെ എന്തിനു കൊള്ളാം, വല്ലതും നടക്കണമെന്നുണ്ട്, വല്ല പെണ്ണുങ്ങളുടെയും ഉള്ള കാര്യം പുള്ളിക്കാരൻ തുറന്ന മുഖത്തടിച്ച പോലെ സോഫിയോട് മറ്റാരുമില്ലെങ്കിലും ബെഡ്റൂമിൽ വെച്ച് പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് പറ്റില്ലാണ്ടായി നടുവേദന, മറ്റുള്ള പല വേദനകൾ, പല അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള പല വിഷമങ്ങളുമുണ്ട്. അതാരോടും പുള്ളിക്കാരിക്ക് തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. ആകപ്പാടെ ഒന്ന് മനസ്സ് തുറക്കാൻ സാധിക്കുമായിരുന്നത് സ്വന്തം അമ്മയോടാണ്. പെറ്റതള്ളയോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അമ്മയും മരണപ്പെട്ട ശേഷം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാത്തൂന്മാരാണ്, അവരോടൊന്നും ഒരു പരിധിയിൽ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ പെമ്മക്കളോട് ഹൃദയം തുറക്കാം അല്ലെങ്കിൽ മനസ്സും തുറക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അമ്മമാരുടെ ഹൃദയം തുറക്കുന്നത് കാണാനായിട്ട് വളരെ ചുരുക്കം ചില കുട്ടികൾ മാത്രമേ അതിനൊക്കെ തയ്യാറാകത്തുള്ളൂ. അമ്മയെ കുറ്റപ്പെടുത്തുവാൻ അല്ലെങ്കിൽ എന്തിനും ഏതിനും അമ്മയെ അവജ്ഞയോട് കാണാനായിട്ട് അമ്മ ഒന്നിനും കൊള്ളാത്ത ഓരോളാണ്, വെറും വീട്ടിൽ ജോലി ചെയ്യുന്നൊരു വേലക്കാരിയെ പോലെ ഒരു സ്ത്രീയാണ്. കാരണം അമ്മയ്ക്ക് ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും കാലിബറും എന്തൊക്കെയോ ആകാമായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു തൻ്റെ അമ്മ എന്നൊക്കെ പലരും മനഃപൂർവ്വം മറന്നു പോവുകയാണ്. പെമ്മക്കളെ കെട്ടിച്ചു വിടും, ആൺമകൻ കെട്ടിക്കൊണ്ട് വരും. കെട്ടിക്കൊണ്ട് വന്ന മരുമകൾക്ക് പിന്നെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, അവരെ പുച്ഛമാണ്. അവരെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ്. അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒടുങ്ങിപ്പോയാൽ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ആർക്കൊന്നും തോന്നരുത്, എങ്ങനെയെങ്കിലും ഒന്ന് ഒടുങ്ങിപ്പോയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങിപ്പോയാൽ മതി എന്ന് ഒന്ന് വിചാരിക്കുന്ന ആളുകളാണ് പുതിയതായിട്ട് വരുന്ന ഈ മരുമക്കളൊക്കെ. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ചിലപ്പോൾ അവരൊക്കെ ഗ്രാൻഡ് പേരൻസൊക്കെ മരണപ്പെട്ടു പോയേക്കാം. അടുത്ത ഗ്രാൻഡ് പേരൻസായിട്ട് ഈ സോഫിയയും ഭർത്താവുമായിട്ടാണ് കൊച്ചുമക്കൾക്ക് വരുന്നത്. അപ്പോൾ ഭർത്താവിനാണെങ്കിൽ തന്നെയാണെങ്കിലും ഒരു ജോലിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, ഒരു 5 നയാ പൈസയ്ക്ക് ഉപകാരമില്ലാത്ത, തൻ്റെ പെൻഷൻ തിന്നു തീർക്കാനാണ്, തൻ്റെ പെൻഷൻ്റെ കാര്യം കൊണ്ടുപോയി മരുന്ന് കൊണ്ട് തിന്നു തീർക്കാനുള്ള ഒരു പാഴ് ജന്മമായിട്ടാണ് ഭർത്താക്കന്മാർ മിക്കവാറുമുള്ള പല സോഫിയമ്മമാരെയും കാണുന്നത്. കാരണം അവർക്ക് ഇവരോട് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവജ്ഞയാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മിക്കവാറുമുള്ള 60% പുരുഷന്മാരും ഭാര്യമാരെ അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ ഒരു പരിധിക്ക് ശേഷം അവർ കാണുന്ന അതാണ്. അവർക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും നേടുവാനായിട്ട് അവർ മറ്റ് പല ഉപാധികളും അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അവർക്കൊരു 5 പ്രാവശ്യം സിഗരറ്റ് വലിച്ചാൽ, ബാറിൽ പോയി 2 പെഗ് അടിച്ചാൽ, ഒന്ന് പുറത്ത് കറങ്ങാൻ പോയാൽ, കൂട്ടുകാരുമായിട്ടൊന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സംതിങ് ഒക്കെ കൊടുത്തിട്ട് ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് സുഖം അന്വേഷിച്ച് പോകുന്ന ആളുകളാണ് പല ആളുകളും. മക്കൾക്കാണെന്നുണ്ടെങ്കിലും മരുമകൾക്കാണെങ്കിലും ആർക്കും ഒന്നും വേണ്ടാതെ, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര ഉന്നത പദവിയിലാണെങ്കിലും, ഇവൻ ജോലി ഉള്ളവരുടെ കാര്യമാണെങ്കിലും ജോലി ഇല്ലാത്തവരുടെ കാര്യമാണെങ്കിലും ഈ സോഫിയാമ്മയുടെ ജീവിതം പോലെ തന്നെയാണ് മിക്കവരുടെയും ജീവിതം. 50ഉം 52ഉം വയസ്സായി കഴിയുമ്പോഴേക്കും വെറും വിറകുകൊള്ളി പോലെ ആർക്കും വേണ്ടാതെ, എവിടേക്കും മാറിപ്പോകേണ്ട, അല്ലെങ്കിൽ മരണമടഞ്ഞു പോകേണ്ട, എന്ന് മരിച്ചു പോകും എന്ന് ഓർത്ത് ആൾക്കാർ കാത്തിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിഭാഗത്തിലേക്കാണ് ഈ പല സോഫിയാമ്മമാരും മാറിപ്പോകുന്നത്. മക്കളൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ശല്യമായിട്ട് ചിലപ്പോൾ അവർ ഈ ഇവരുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് മരുമോള് അല്ലെങ്കിൽ വരുന്ന മക്കൾ എന്നാന്ന് ചോദിച്ചാൽ ഭർത്താവിനെയും കൊണ്ട് ദൂരേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പെൺമക്കളാണെന്നുണ്ടെങ്കിലും അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും മലയോ എന്താ പറയുക വളയോ മാലയോ സ്വർണ്ണാഭരണങ്ങളോ സാരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൈവശപ്പെടുത്തുവാനുള്ള ആ രീതിയിലേക്ക്. പിന്നെ അവരുടെ മക്കളുടെ പ്രസവവും മറ്റുള്ള കാര്യമാകുമ്പോൾ വേലക്കാർ വേണമല്ലോ. മക്കൾ ദുബൈയിലേക്കോ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകുമ്പോഴേക്കും അവിടെയാണെങ്കിൽ അവിടെ കൊണ്ടുപോകേണ്ട, പിന്നീട് വരുന്ന മറ്റുള്ള ആ സമയത്തും 50ഉം 60ഉം 70ഉം വയസ്സായാൽ തന്നെയാലും വീണ്ടും ജോലി ചെയ്യേണ്ട രീതിയിലേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക് പല സോഫിയാമ്മമാരും മാറുന്ന ഒരു പരിസ്ഥിതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ കൂത്താട്ടുകുളത്തെ സോഫിയാമ്മ ഞാൻ കണ്ടപ്പോൾ പുള്ളിക്കാരി കരയുകയാണ്. പുള്ളിക്കാരിക്ക് ആരോടും മനസ്സ് തുറക്കാൻ സാധിക്കുന്നില്ല, ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല, ആരും പുള്ളിക്കാരിയെ മനസ്സിലാകുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തലും എല്ലായിടത്തും അവഗണനയും മാത്രമാണ്. അപ്പോൾ അത് അങ്ങനെ വന്നു വന്ന് എന്താണ്, അതൊരു പ്രത്യേക തരത്തിലേക്ക് വരികയും ഒരു വിഷാദ രോഗത്തിലേക്ക് അടിമപ്പെടുകയും പതുക്കെ അമ്മേനെ ഒരു ഭ്രാന്തിയായി ചിത്രീകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഭാര്യയെ ഒരു ഭ്രാന്തിയായി ചിത്രീകരിക്കാൻ ഭർത്താവ് വെമ്പൽ കൊള്ളുന്നു. അമ്മയെ ഒരു ഭ്രാന്തിയായി ചിത്രീകരിച്ചിട്ട് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ അല്ല വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ ഒരു ഭ്രാന്താശുപത്രിയിലോ കൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് പൂട്ടിയിട. ഇവരിങ്ങനെ മിണ്ടാതെയും പറയാതെ യുവം മൂളിയിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെയാണ് ഇവരെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നത്, വീട്ടിലെ എല്ലാ ഇത്രയും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെ കുറ്റപ്പെടുത്തലാണ് മരുമകളുടെ. എങ്ങനെ അമ്മയെ കൊണ്ട് ഭ്രാന്താശുപത്രിയിലാക്കാനായിട്ട്.
ഭർത്താവിന് ഒന്നുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, ഈ മിണ്ടാമൂളിയായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രതികരണവുമില്ലാത്ത ഒരു ജഡമായിട്ടുള്ള ഒരു വസ്തുവിനെ പോലെ ആയിരിക്കുകയാണ്. മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു വേസ്റ്റായുള്ള ഒരു 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 സമീപന രീതിയാണ് സോഫിയാമ്മയുടെ ഉള്ളത്. അവസാനം സോഫിയാമ്മ ഇപ്പം ഒരു എന്താ പറയുക, ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആശ്രമമുണ്ട്. അധികം പ്രായമൊന്നുമായല്ല, ഞാൻ പറഞ്ഞല്ലോ 48, 49, 50 വയസ്സാകുന്നതേ ഉള്ളൂ പുള്ളിക്കാരി. അവിടേക്ക് പോയിരിക്കുകയാണ് അല്പം സമാധാനത്തിന് വേണ്ടി. ഇനി ശിഷ്ടകാലം ആ രീതിയിലേക്ക്, ആത്മീയതയുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് പോയിട്ട് സന്തോഷം കിട്ടുമോ, സമാധാനം കിട്ടുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാരണം അമ്മയായി പോയില്ലേ, അമ്മൂമ്മയാണ്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ എപ്പോഴും വീടാണ്. എൻ്റെ കുഞ്ഞ്, എൻ്റെ മകന്, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, ആ ചിന്തകളൊക്കെ സോഫിയാമ്മ അവിടെയാണെങ്കിലും എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ, തീർത്തും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഭരണങ്ങാനത്ത് വെച്ചിട്ട് ഞാൻ സോഫിയാമ്മയെ കാണുകയും സോഫിയാമ്മയെക്കുറിച്ച് കുറേ സംസാരിക്കാൻ സാധിച്ചപ്പോഴേക്കും എനിക്ക് തോന്നി, ഇത് നമ്മുടെ കേരളത്തിലുള്ള പല അമ്മമാരും, പല വീട്ടമ്മമാരും, പലരും ഈ സോഫിയാമ്മ ആണ് എന്നുള്ള അത് പ്രതീകാത്മകമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ സോഫിയാമ്മയുടെ നേർചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഒരു അപേക്ഷ കൂടിയുണ്ട്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മളുടെ ഈ നേർക്കാഴ്ചകൾ, ഈ നേർചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോഴേക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളോ അരുതാഴികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. ഒരു കാര്യം വളരെ നന്നായിട്ടറിയാം, അല്പം ദീർഘമായിട്ടാണ് ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്കങ്ങനെ ഒരു വാക്കിലോ 2 വാക്കിലോ ഒന്നും പറഞ്ഞ് തീർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് വിശ്വാസത്തോടു കൂടി തൽക്കാലം നിർത്തുന്നു. ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.